ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് ചെയ്ത കൃപയോർത്ത് കർത്താവിന് നന്ദിയുള്ളവരായിരിക്കണം. ചിന്തയ്ക്കെടുത്ത വേദഭാഗം സങ്കീർത്തനം അതിൻ്റെ 119 1 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സങ്കീർത്തനം 119 അതിൻ്റെ 1 മുതൽ അങ്ങോട്ടുള്ള വാക്യം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികൾ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ഒന്നാമത്തെ കാര്യം, ന്യായപ്രമാണത്തെ അനുസരിച്ച്, കർത്താവിൻ്റെ ന്യായപ്രമാണം ഈ ബൈബിളിലുള്ളത് അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അവൻ നിഷ്കളങ്കനായിരിക്കും, അവൻ ഭാഗ്യവാനായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ വചനം വായിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ പറയാറുണ്ട് 6 അധ്യായം വായിക്കണമെന്നും അതിൽ കൂടുതൽ വായിക്കണമെന്നൊക്കെയും പറയാറുണ്ട്. വചനം വായിച്ചു കഴിഞ്ഞാൽ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, അവൻ നിഷ്കളങ്കനായിരിക്കും, അവൻ ഭാഗ്യവാനായിരിക്കും, അവൻ്റെ ജീവിതത്തിൽ പാപം വരത്തില്ല. ഹല്ലേലൂയ. അനേകം വ്യക്തികൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആദ്യമൊക്കെ ഒരു ആത്മാർത്ഥമായൊരു ചൂടുണ്ടാകും. പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ ആദ്യം ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ അത് തണുക്കുവാൻ തുടങ്ങും. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ 24 മണിക്കൂറുമായിരുന്നു കഴിഞ്ഞാൽ കർത്താവ് നിന്നെ വിലയേറിയൊരു മുത്താക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, ഇന്ന് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ കർത്താവിൻ്റെ ഒരു പൈതലായി, കർത്താവിൻ്റെ ഒരു പുത്രനും പുത്രിയുമായി ഞാൻ മാറിപ്പോകും. ഹല്ലേലൂയ. ഞാനൊരു തീരുമാനത്തോടെ ഇന്നു മുതൽ കർത്താവിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായി മാറും. ഇവിടെ വചനം പറയുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കനായവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച്, കർത്താവിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ. ഹല്ലേലൂയ. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്കുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളുടെ ജീവിതത്തിൽ പൂർണ്ണത എന്ന് പറയുന്നത് പലപ്പോഴും ഇല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, പാടുന്ന ഒരു വ്യക്തിയാണെങ്കിലും, വിശ്വാസത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ പൂർണ്ണത എന്ന് പറയുന്നൊരു കാര്യമില്ല. അവൻ പലപ്പോഴും വേദന വരുമ്പോൾ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് വചനം വേണ്ട, പാട്ട് വേണ്ട, പ്രാർത്ഥന വേണ്ട, ഞാൻ ആരാധിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്ത് ലഭിച്ചു എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന വ്യക്തികളാണ് നമ്മളിൽ ഓരോരുത്തരും. പക്ഷെ ഇവിടെ വചനം പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിച്ച് തുടങ്ങിയാൽ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ, അവനെ പൂർണ്ണതയോടെ ഹല്ലേലൂയ കർത്താവിനെ സേവിച്ച് തുടങ്ങിയാൽ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും. കർത്താവ് നമ്മളെ പൂർണ്ണമായി സ്നേഹിച്ചതിന് ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ നേടുവാൻ കർത്താവിന് ആവശ്യമായിരുന്നു. നമ്മൾ നരകത്തിൽ പോകാതിരിക്കേണ്ടതിന്, നമ്മൾ പൈശാചികനും അവൻ്റെ കൂട്ടാളികൾക്കും ഒരുക്കിയിട്ടുള്ള ആ നിത്യ അഗ്നിയിൽ വീണു പോകാതിരിക്കേണ്ടതിന് നമ്മോട് ഹല്ലേലൂയ കർത്താവിൻ്റെ പൂർണ്ണ ഇഷ്ടം കാണിച്ചു തന്നു. മത്തായി, മാർക്കോസ്, ലൂക്കോസ് അങ്ങോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ സ്നേഹ പ്രദർശനം നമുക്ക് കാണുവാൻ കഴിയും. കാൽവരി ക്രൂസിൽ തകരപ്പെട്ടതിലൂടെ കർത്താവിന് നമ്മളോടുള്ള സ്നേഹം എത്രമാത്രമുണ്ടെന്ന് കർത്താവ് കാണിച്ചു തരുവാനിടയിൽ. നമ്മൾ പലരും പറയാറുണ്ട്, ദൈവമല്ലേ, ദൈവത്തിനെ കൊണ്ട് സകലതും കഴിയും. പക്ഷേ ഹല്ലേലൂയ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന് ഒരു പൂർണ്ണ മനുഷ്യനായി ഹല്ലേലൂയ നമ്മളെപ്പോലെ വേദനയും നമ്മളെപ്പോലെ വിഷമവും ഒക്കെയും കർത്താവ് സഹിച്ച് ഹല്ലേലൂയ പ്രാർത്ഥനയിൽ തന്നെ, കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയിൽ തന്നെ പറയുന്നുണ്ട്, ഹല്ലേലൂയ
ദൈവമേ, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തു മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണം. കാരണം എന്താണ്? അവിടെ സഹിക്കുവാൻ പോകുന്ന വേദന കർത്താവിനെ ഫീൽ ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. എന്താകും? എൻ്റെ ശരീരം കീറി മുറിയാൻ പോകുന്നു. എൻ്റെ ശരീരം ഹല്ലേലൂയ ഉഴവു ചാലുകൾ പോലെ കീറപ്പെടുവാൻ പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആണി അടിക്കുവാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. അനേകം വ്യക്തികളെ അടിക്കുവാൻ പോകുന്നുണ്ട്, കാർക്കിച്ച് തുപ്പുവാൻ പോകുന്നു എന്ന് കർത്താവ് കണ്ടിട്ട് അവിടെയും നമ്മളെ നേടുവാൻ വേണ്ടി ഒരു പൂർണ്ണമായൊരു സ്നേഹം കാണിച്ചു, ഒരു പൂർണ്ണമായൊരു കരുതൽ കാണിച്ചു. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളോട് വചനത്തിൽ കൂടെ പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിപ്പേൻ. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ അന്വേഷിക്കേണ്ട? പൂർണ്ണ ഹൃദയത്തോടെ. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നാമത്തെ കാര്യമാണ് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആരാധിക്കുന്നില്ല, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്തുതിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ജൽപ്പനങ്ങളാൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും ആലോചിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പൂർണ്ണതയോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലും വലിയൊരു മാറ്റവും ഉണ്ടാകുവാൻ കർത്താവ് സർവശക്തനാണ്. ഇവിടെ വചനം പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവൻ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ നടക്കും. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരേ ഒരു കാര്യമാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ നടക്കും. കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന വ്യക്തിയായി മാറും. ഹല്ലേലൂയ. അതിനൊക്കെ വളരെ പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നടക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ പല ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. തകർന്നു പോകുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അതിൻ്റെ നടുവിൽ കർത്താവ് നമ്മളെ കരം പിടിച്ചാൽ മാത്രമേ അവിടെയൊക്കെ വീണു പോകാതെ വേണം നിൽക്കുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പറയും, ഓ പ്രസംഗിക്കുന്നവനെ എന്തും കഴിയുമല്ലോ, ഹല്ലേലൂയ, പാടുന്നതല്ലേ കഴിയുമല്ലോ. പക്ഷേ ഹല്ലേലൂയ, വിശുദ്ധിയോടെ ജീവിപ്പാൻ വളരെ പ്രയാസമാണ്. നീതിയോടെ ജീവിപ്പാൻ, ഒരു പാപം പോലും വായിൽ നിന്ന് വരാതെ ജീവിപ്പാൻ ഭയങ്കര പാടാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദിനം തോറും ഹല്ലേലൂയ, നാളുകൾ തോറും ഹല്ലേലൂയ, സെക്കൻഡ് തോറും കർത്താവിൻ്റെ അഭിഷേകത്താൽ നിറയുന്നുണ്ട്, കർത്താവിൻ്റെ കൃപയാൽ നിറയുന്നുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് ജീവിപ്പാൻ ഹല്ലേലൂയ വിശുദ്ധിയോടെ മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. അല്ല എങ്കിൽ ഹല്ലേലൂയ നമ്മൾ വീണു പോകുവാൻ ഇടയാകും. അനേകം വ്യക്തികൾ, പഴയ നിയമത്തിൽ അനേകം വ്യക്തികൾ, അവരുടെ ആരംഭം അടിപൊളിയായിരുന്നു, ഹല്ലേലൂയ, കർത്താവിൻ്റെതായിരുന്നു. പക്ഷെ അവൻ്റെ അവസാനമൊക്കെയും ഹല്ലേലൂയ പാപത്തിൽ വീണു പോകുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ വഴിയെ നടക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അവൻ്റെ വഴി ഇഷ്ടപ്പെട്ട് അവൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായ ദിവസങ്ങളായിരിക്കും. ചിലപ്പോൾ പ്രതികൂലത്തിൽ കൂടി ആയിരിക്കും ആ വ്യക്തി കടന്നു പോകുന്നത്. പക്ഷേ ഹല്ലേലൂയ, അവർ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കും, നീതിമാന്മാരായിരിക്കും. കർത്താവ് നോക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ഒരു വ്യക്തിയെ അവൻ്റെ പുറമല്ല നോക്കുന്നത്, അവൻ്റെ അഹമാണ് നോക്കുന്നത്. അവൻ്റെ അഹം എങ്ങനെ ഉള്ളതാണെന്ന് ഹല്ലേലൂയ കർത്താവ് നോക്കും. പാപം നിറഞ്ഞതാണോ, മ്ലേച്ഛത നിറഞ്ഞതാണോ, അശുദ്ധി നിറഞ്ഞതാണോ? അങ്ങനെ ഒന്നുമല്ലാതെ എനിക്ക് നീതിയോടെ പ്രവർത്തിക്കണമെന്ന് ജീവിക്കണമെന്നൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ കർത്താവ് സർവശക്തനാണ്. ഇവിടെ വചനം പറയുന്നത് പോലെ അവൻ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കും. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടതിന്. ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ കൽപ്പനകളുണ്ട്, കർത്താവിൻ്റെ കൽപ്പനകൾ. ഹല്ലേലൂയ. അതൊക്കെ അനുസരിച്ച് നടക്കുവാൻ വളരെ കഷ്ടപ്പാടാണ്. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നത്, വചനത്തിൽ അനേകം കൽപ്പനകളുണ്ട്. ഹല്ലേലൂയ. നമ്മളത് ആചരിക്കുവാൻ ഹല്ലേലൂയ ഇഷ്ടപ്പെടാതെ വണ്ണം നമ്മൾ നടക്കുന്ന വ്യക്തികളാണ്. നമുക്ക് പാടണം, പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, ഒക്കെ എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു കണിക പോലുമില്ല. ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, കർത്താവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ,
അതനുസരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഹല്ലേലൂയ വാഗ്ദത്തങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, പ്രവചനമുണ്ട്. ഈ 3 കാര്യം ഹല്ലേലൂയ ഈ വചനത്തിൽ ഈ ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽപ്പുണ്ട്. വാഗ്ദത്തങ്ങളുണ്ട്, ഹല്ലേലൂയ, കൽപ്പനകളുണ്ട്, ഹല്ലേലൂയ, പ്രവചനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മളൊരു ഏറ്റവും മാന്യമായ, ഏറ്റവും അനുഗ്രഹമായ ഒരു വ്യക്തിയായി മാറുക. നമ്മൾ അത് എങ്ങനെ അറിയുവാൻ പറ്റും? നമ്മൾ വചന ധ്യാനത്തിലൂടെ ഹല്ലേലൂയ അറിയുവാൻ പറ്റും. നമ്മുടെ ജീവിതം, ഞാനൊക്കെ പഴയ നിയമമൊക്കെ ഇടയ്ക്കൊക്കെ വായിച്ചു വരുമ്പോഴൊക്കെ ഹല്ലേലൂയ ചില അറിഞ്ഞുകൂടാത്ത ആത്മീയമായ ഹല്ലേലൂയ അകത്തോട്ട് ഇറങ്ങി ചെല്ലുവാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്നത് പോലെ ഹല്ലേലൂയ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് കർത്താവ് സംസാരിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒന്ന് വചനം വായിക്കുവാൻ നിങ്ങൾ തുടങ്ങണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നീതിമാനായി നടക്കുവാനും അവൻ്റെ കൽപ്പന പ്രകാരം നടക്കുവാനും ഹല്ലേലൂയ വിശുദ്ധിയോടെ ജീവിപ്പാനും പറ്റത്തുള്ളൂ. അനേകം വചനങ്ങളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, പക്ഷെ അതിൻ്റെ അന്തരം, അതിൻ്റെ അകത്തളം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ വെറുതെ വായിച്ചു പോകുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു മുട്ടായി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഹല്ലേലൂയ ഭയങ്കര മനോഹരമാണ്, അതോടെ നമ്മൾ കഴിക്കുമോ? ഇല്ല. ഹല്ലേലൂയ. അതിൻ്റെ തൊലിച്ച് കളഞ്ഞിട്ടേ അതിൻ്റെ അകത്തുള്ള സ്വീറ്റ്സ് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ വചനം വായിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. നമ്മൾ പുറമേ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകുവാൻ പറ്റത്തില്ല. അതിനൊന്ന് തൊലിക്കുവാൻ തുടങ്ങണം. ഹല്ലേലൂയ. അതിനൊന്ന് പശു അയവറക്കുന്നത് പോലെ ഒന്ന് അയവറക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന തേനിനെ പോലെ, തേൻ കട്ടയെ പോലെ മാധുര്യമാകുന്ന ദൈവത്തിൻ്റെ വചനം എന്താണെന്ന്, കർത്താവ് എന്താണ് അതിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നതെന്ന് അത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ പലരും വിഷമത്തിന് നടുവിൽ വചനം വായിച്ചിട്ടുള്ളവരാണ്. ചില വചനങ്ങൾ നമ്മൾ സ്പർശിക്കാറുണ്ട്. ഹല്ലേലൂയ. അത് തൊടാറുണ്ട്. നമ്മുടെ വേദനയുടെ നടുവിൽ ആശ്വാസം നൽകുന്ന വചനങ്ങളുണ്ട്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന മുക്കാലുള്ളവർ ഹല്ലേലൂയ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ, അങ്ങനെ ഒരു ഹല്ലേലൂയ ആ ഒരു തണുപ്പ്, ദൈവത്തിലുള്ള ഒരു തണുപ്പ് ഉണ്ടാകണമെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായി കർത്താവിൻ്റെ വചനത്തിലിരുന്നൊന്ന് ചിന്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവ് നമ്മളെ ശക്തികൾ നൽകുവാൻ ഇടയാകും. ഹല്ലേലൂയ. അങ്ങനെ ശക്തി പ്രാപിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം. 1 ശമൂവേൽ അതിൻ്റെ 17-ാം അധ്യായം അങ്ങോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ദാവീദിനെ കുറിച്ച്. ഹല്ലേലൂയ. അവന് ഒത്തിരി ആടുകൾ ഉണ്ടായിരുന്നു. അവൻ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി അവൻ മലയുടെ ചെരുവുകളിലും അതുപോലെ പാറുള്ള സ്ഥലത്തൊക്കെയും അവൻ പോകും. ഹല്ലേലൂയ. അവൻ്റെ വായിൽ എപ്പോഴും കർത്താവിൻ്റെ സ്തുതി ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കിന്നരം ഉണ്ടായിരുന്നു. എപ്പോഴും അത് വായിച്ച് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ വചനത്തിൽ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ശത്രു സൈന്യം അവിടെ പാളയത്തിന് ഇറങ്ങി വന്നു. അവിടെ ഒരു വലിയൊരു ഗോലിയാത്ത് വെളിപ്പെടുവാനിടെ ആരെ കൊണ്ട് തകർക്കുവാൻ കഴിയാതെ വണ്ണം അനേക വ്യക്തികൾ പേടിച്ച് പോകത്തക്ക നിലവാരത്തിൽ അവിടെ ഹല്ലേലൂയ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു യോദ്ധാവ് ഇറങ്ങി വരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ നോക്കുമ്പോൾ ദാവീദിന്റെ ജ്യേഷ്ഠന്മാരൊക്കെയും പേടിച്ച് പിന്നിലോട്ട് ഓടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കാരണം അവന്റെ വലിപ്പം, അവന്റെ ഹല്ലേലൂയ ആയുധങ്ങൾ, അവൻ ധരിച്ചിട്ടുള്ള പടച്ചട്ടകൾ ഒക്കെയും അവർ കണ്ട് ഭയപ്പെട്ട് പിന്നോട്ട് പോകുവാൻ തുടങ്ങി. പക്ഷെ ദാവീദ് അവിടെ വന്നിട്ട് നിസ്സാരമായി ഞാൻ വരുന്നത് നീ തള്ളി പറഞ്ഞ, നീ പുച്ഛിച്ച ദൈവത്തിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ധൈര്യത്തോടെ ഇറങ്ങി വരുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ തകർക്കുവാൻ വരുന്ന പിശാചിനോട് പോരാടി നിൽക്കണമെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെക്കാട്ടിലും ഭയങ്കരമായിരിക്കും. അതിനെ തകർക്കണമെങ്കിൽ വചനമെന്ന വാളെടുത്തുകൊണ്ട്, വചനമെന്ന ആയുധം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ശത്രുവിന്റെ തലയെ തകർക്കുവാൻ കഴിയും. അവിടെ വചനത്തിലൊക്കെ വായിച്ചു വരുമ്പോൾ 34-ാം വാക്യം അങ്ങോട്ടൊന്ന് വായിക്കാമോ ബ്രദറെ? ഹല്ലേലൂയ. 1 ശമൂവേൽ അതിന്റെ 17-ാം അധ്യായം 34-ാം വാക്യം. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ
വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുക കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. ഹല്ലേലൂയ. അവയിൽ ഒന്നിനെ പോലെ ആയി മാറണമെങ്കിൽ വചനം വായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. എപ്പോഴും അവന്റെ നാവിൽ വേണ്ടത് കർത്താവിന്റെ സ്തുതിയായിരിക്കണം. ദാവീദിന്റെ വായിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? കർത്താവിന്റെ സ്തുതി. അവന് കിട്ടുന്ന സമയമൊക്കെയും അവൻ കിന്നരവും എടുത്ത് അവൻ കർത്താവിനെ പാടുവാനും കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ മഹത്വം കരയറ്റുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ ആട്ടിൻകുട്ടികളെ തകർക്കുവാൻ സിംഹവും കരടിയും ഒക്കെ വന്നപ്പോൾ അവിടെ എതിർത്ത് നിൽക്കുവാൻ പറ്റിയത് കർത്താവിന്റെ കൃപ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവിന്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ കൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ ചില ശത്രുക്കളെ തകർക്കുവാൻ കഴിയും. അല്ല എങ്കിൽ ഹല്ലേലൂയ, നമ്മൾ കൃപ പ്രാപിക്കാതെ വണ്ണം ശത്രുവിന്റെ മണ്ഡലങ്ങൾ ഇറങ്ങിപ്പോകുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എങ്കിൽ നിങ്ങളെ തകർത്തു കളയുവാൻ ഇടയാകും. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ വചനത്തിൽ കൂടെ വിളിച്ചു പറയട്ടെ, നമ്മൾ ഓരോരുത്തരും അഭിഷേകം പ്രാപിക്കണം, ദൈവത്തിന്റെ ശക്തി പ്രാപിക്കണം. നിങ്ങളെ തകർക്കുവാൻ വരുന്ന, നിങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ വരുന്ന, നിങ്ങളുടെ പാപത്തിൽ തള്ളിയിടുന്ന, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ, ഹല്ലേലൂയ, നിങ്ങളുടെ വചന ധ്യാനത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ശത്രുവിനോട് പോരാടി നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ ശക്തി പ്രാപിച്ചേ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ കൃപ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ഉയരത്തിലുള്ള ആ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല, ഒരു പാപത്തിനും കഴിയത്തില്ല, ഒരു ഹല്ലേലൂയ അശുദ്ധിക്കും കഴിയത്തില്ല. ദൈവം നമ്മളെ സഹായിക്കുവാൻ സർവശക്തനാണ്. ഇവിടെ ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിച്ചപ്പോൾ അവന് ഹല്ലേലൂയ പാപം ചെയ്യുവാൻ, കർത്താവിനെ ആരാധിക്കാതിരിക്കുവാൻ ഒക്കെ സമയം കിട്ടിയ സമയത്ത് അവൻ കർത്താവിനെ സ്തുതിയുള്ളവരായിരുന്നു. നമ്മുടെ ഒക്കെ ജീവിതം നോക്കാമെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ, പലവിധമായ പാപങ്ങളായിരിക്കും നമ്മുടെ വായിൽ കൂടെ വരുന്നത്, നമ്മുടെ ചിന്തയിൽ കൂടെ വരുന്നത്. നമ്മൾ ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂറോ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കണം നമ്മുടെ ജീവിതത്തിൽ എന്ത് പാപമാണ് വരുന്നതെന്ന്. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ ഏത് പാപമാണ് വരുന്നത്, എൻ്റെ കൈയുടെ പ്രവൃത്തിയിൽ കൂടി ഏത് പാപമാണ് വരുന്നത്, ആ പാപത്തെ ഒക്കെയും ഉടച്ചു മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ, ഇവിടെ ദാവീദ് അവനെ തകർക്കുവാൻ വന്ന കരടിനെയും സിംഹത്തിനെയും ഹല്ലേലൂയ അതിന്റെ വായ വലിച്ചു കീറി കളഞ്ഞതുപോലെ നിങ്ങൾക്ക് കളയണമെങ്കിൽ, നിങ്ങളെ തകർക്കുവാൻ വരുന്ന ശക്തികളോട് പോരാടി നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ, അതിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ, അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ വചനം എന്ന ആയുധം നമ്മൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ പറയുന്നത് പോലെ അവൻ എതിർത്ത് നിന്നത് കൊണ്ട് ഹല്ലേലൂയ, അവൻ വചനത്തിൽ വിശ്വസിച്ചത് കൊണ്ട്, അവൻ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് അവന്റെ കൂടെ ഹല്ലേലൂയ, അവന്റെ അപ്പൻ തള്ളിയപ്പോൾ, അവന്റെ ജ്യേഷ്ഠന്മാർ തള്ളിയപ്പോൾ ഹല്ലേലൂയ, അവന്റെ കുടുംബമൊക്കെയും അവനെ തള്ളി ആട് മയ്ക്കുവാൻ പറഞ്ഞു വിട്ടപ്പോഴും ഹല്ലേലൂയ, അയോധ്യ കലകളിലൊക്കെ അവന് ജ്യേഷ്ഠന്മാർ ഏറ്റവും ഹല്ലേലൂയ അനുഗ്രഹമായിരുന്നു, ഏറ്റവും ടോപ്പ് പൊസിഷനിലായിരുന്നു. പക്ഷേ ദാവീദോ ആട് മേയ്ക്കുന്നതിൽ ഏറ്റവും ടോപ്പിലായിരുന്നു. ഹല്ലേലൂയ. എങ്കിൽ കർത്താവിന്റെ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ ഒരു ശക്തിക്കും അവനെ തകർക്കുവാൻ കഴിയാതെ വണ്ണം അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ പോരാടിയതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളും അത് അഭിഷേകത്താൽ നിറഞ്ഞു കഴിഞ്ഞാൽ, അതേ ദൈവശക്തിയാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപാകെ വരുന്ന ഒരു ദുഷ്ടശക്തി നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല, നിങ്ങളെ മുടിക്കുവാൻ കഴിയത്തില്ല, നിങ്ങളുടെ നന്മകളെ ചോർത്തിക്കളയുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, ശത്രുവായവൻ വരുന്നത് നിങ്ങൾ അറുപ്പാനും മുടിപ്പാനുമാണ്, നിങ്ങളുടെ നന്മകളെ ചോർത്തിക്കളയുവാൻ വേണ്ടിയാണ്, നിങ്ങളുടെ മേൽ പകർന്നിട്ടുള്ള ദൈവത്തിന്റെ തേജസ്സിനെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ആദാമിന്റെ ഹവ്വയുടെ മേല് കർത്താവ് പകർന്നിരുന്ന തേജസ്സിനെ പാമ്പെന്ന് പറയുന്ന ശക്തി അവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞതുപോലെ ശത്രുവായവൻ നമ്മുടെ അടുക്കൽ വരുന്നത് കർത്താവ് നമ്മുടെ മേൽ നൽകിയിട്ടുള്ള ദൈവത്തിന്റെ കൃപാവരങ്ങളുണ്ട്, ഹല്ലേലൂയ, താലന്തുകളുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ തേജസ് ഉണ്ട്, അതിനൊക്കെ നഷ്ടപ്പെടുത്തി കളയുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കണമെങ്കിൽ ഉയരത്തിലുള്ള ശക്തി പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ചിലതിനെ തകർക്കുക, ചിലതിനെ ഉടയ്ക്കുക, ചിലതിനെ പണിയുക. ഉയരത്തിലുള്ള ശക്തിക്ക് വേണ്ടി വാഞ്ചിപ്പിനെന്ന് വചനം പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരുന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ,
ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നിങ്ങളുടെ മേൽ പകരം, ചില അധികാരങ്ങളെ കർത്താവ് നിങ്ങളുടെ മേൽ പകരം. ഹല്ലേലൂയ. അവിടെ വചനത്തിലൊക്കെ പറയുന്നത് പോലെ 45, 46 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? ഒന്ന് ശമൂവേൽ അതിന്റെ 17-ാം അധ്യായം 45, 46 വാക്യം. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമി അറിയും. ഹല്ലേലൂയ. ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 45-ാം വാക്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവത്തിന്റെ, ഹല്ലേലൂയ, ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നുണ്ട്. ആ ദൈവത്തിന്റെ നാമത്തിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ, ആ കർത്താവിന്റെ നാമത്തിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ, അവന്റെ നാമത്തിൽ സ്തുതിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അവന്റെ നാമത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അവന്റെ നാമത്തെ ആചരിച്ചു കഴിഞ്ഞാൽ, അവന്റെ മുൻപാകെ വരുന്ന സകലമായ വൈശാചിക മണ്ഡലങ്ങളെ തകർക്കത്തക്ക നിലവാരത്തിൽ നിന്റെ മേൽ കർത്താവ് അഭിഷേകത്തെ പകരം. അവിടെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങോട്ടൊക്കെ വായിച്ചു വരുമ്പോൾ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഗോലിയാത്തിനെ ഒരു കല്ലും ഒരു കവണയും വെച്ച് അവന്റെ തലയ്ക്കടിച്ച് അവനെ തകർത്തു. ഹല്ലേലൂയ. ഇന്നും അതൊരു ചരിത്രമായി കിടപ്പുണ്ട്. ഇന്നും അതൊരു വചനത്തിൽ കിടപ്പുണ്ട്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ മുൻപാകെ വരുന്ന ശത്രുക്കളുടെ തലയെ തകർക്കണമെങ്കിൽ, ശത്രുക്കളുടെ ഹല്ലേലൂയ ആയുധങ്ങളെ ഉടച്ചു മാറ്റണമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ഹല്ലേലൂയ ഈ ലോകത്തിൽ കാണുന്ന ഒരു വ്യക്തിയോടല്ല, ഈ ലോകത്തിൽ കാണുന്ന ഒരു മനുഷ്യനോടല്ല, ഹല്ലേലൂയ ദുഷ്ടാത്മസേനയോടത്രേ. നമ്മളെ തകർക്കുവാൻ വരുന്ന, നമ്മൾ വെല്ലുവിളിച്ച് വാദിച്ചു നിൽക്കുന്ന ദുഷ്ടാത്മസേനയോടത്രേ. ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്കാലം വചനം എന്ന ആയുധവുമായി നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാമെങ്കിൽ, നിങ്ങളെ തകർക്കുന്ന ഹല്ലേലൂയ, നിങ്ങളെ മുടിക്കുന്ന, നിങ്ങളുടെ പാപത്തിൽ തള്ളിയിടുന്ന, നിങ്ങളുടെ നന്മകളെ ഹല്ലേലൂയ ശത്രുവായവൻ കൊണ്ടുപോകുന്ന നന്മകളെ തിരിച്ചു പ്രാപിക്കണമെങ്കിൽ വചനത്തിൽ കൂടെ ഇറങ്ങിപ്പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. വചനം വായിച്ച് മുന്നേറിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിൽ മറഞ്ഞു കിടക്കുന്ന അഭിഷേകം പ്രാപിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരുന്നു കഴിഞ്ഞാൽ ഉയരത്തിലുള്ള ശക്തി നൽകുവാൻ കർത്താവ് സർവശക്തനാണ്. അവിടെ ദാവീദ് പറഞ്ഞു, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. അതെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ എത്ര പേർ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ പറയേ, ഞാൻ അങ്ങേ ആരാധിക്കുകയാണപ്പ, ഞാൻ വിശ്വാസത്തോടെ അങ്ങേ ആരാധിക്കുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ സ്തുതിക്കുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുകയാണ്. എൻ്റെ കണ്ണുകളെ ഞാൻ തുറന്ന് ഉയരത്തിലോട്ട് നോക്കി ഞാൻ അങ്ങേ ആരാധിക്കുവാൻ തുടങ്ങുകയാണെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ ആത്മാർത്ഥമായി പറയും? ഹല്ലേലൂയ. അങ്ങനെ പറയുന്നൊരു വ്യക്തിയുണ്ടോ? അവന്റെ മുൻപാകെ സ്വർഗം തുറന്നിറങ്ങുവാൻ ഇടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോമോൻ പറയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, എനിക്ക് ഈ ജനത്തെ മേയ്ക്കേണ്ടതിനുള്ള ജ്ഞാനം വേണമപ്പ. ഹല്ലേലൂയ. അവന്റെ മേൽ ജ്ഞാനവും പരിജ്ഞാനവും ലോകത്തുള്ള സകല സമ്പത്തും ഹല്ലേലൂയ ബുദ്ധിയും അവന് നൽകിയ കർത്താവ് ഇന്ന് പകലിൽ ഹല്ലേലൂയ നിങ്ങൾ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ ഹല്ലേലൂയ ഉത്തരത്തെ പകരുവാൻ കർത്താവ് സർവശക്തനാണ്. അതിന് മറുപടി നൽകുവാൻ കർത്താവ് സർവശക്തനാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി ലഭിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ ഒരു പക്ഷേ ദാവീദ് ചിന്തിച്ച് കാണും, എൻ്റെ ജ്യേഷ്ഠന്മാർ എപ്പോഴും യുദ്ധക്കളത്തിലാണല്ലോ, എനിക്ക് മാത്രം എപ്പോഴും ആട് മേയ്ക്കുന്ന ജോലിയായിരിക്കും. ഹല്ലേലൂയ എപ്പോഴും ആടിന് പുല്ല് കൊടുക്കുന്ന ജോലിയാണല്ലോ, എപ്പോഴും ഹല്ലേലൂയ ആടിനെ ശുശ്രൂഷിക്കുന്ന ജോലിയാണല്ലോ, അവർക്കുള്ള ഫുഡ് കൊണ്ടുകൊടുക്കുന്ന ജോലിയാണല്ലോ. ഹല്ലേലൂയ. പക്ഷേ ആ ചിന്തകളെ മാറ്റിമറിച്ച് അവന്റെ മേൽ ഹല്ലേലൂയ കർത്താവിന്റെ അഭിഷേകം പകർന്നപ്പോൾ, അഭിഷേക തൈലം ഹല്ലേലൂയ അവൻ ജ്യേഷ്ഠന്മാരുടെ തലയിൽ ഒഴിക്കാതെ വണ്ണം ഇവന്റെ മേൽ ഒഴിച്ചതിന്റെ ഒന്നാമത്തെ കാരണം ഇവന്റെ അകത്തിരുന്നത് ഹല്ലേലൂയ സൈന്യങ്ങളുടെ യഹോവയായിരുന്നു, അവന്റെ അഭിഷേകമായിരുന്നു, അവന്റെ ദൈവശക്തിയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ അടുക്കൽ ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതിയുണ്ടോ? കർത്താവിനെ ആരാധിക്കുന്ന ആരാധനയുണ്ടോ? ഇല്ല എങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഹല്ലേലൂയ
ഞാൻ അങ്ങയുടെ പൈതലായി മാറണം. കർത്താവ് നോക്കുമ്പോൾ ഹല്ലേലൂയ അകവും പുറവും ഒരുപോലെ ഹല്ലേലൂയ വിശുദ്ധമായിരിക്കണം. നമുക്ക് വചനത്തിൽ കൂടെ നോക്കാമെങ്കിൽ ഹല്ലേലൂയ മോശയോട് കർത്താവ് പറഞ്ഞു, നീ ഹല്ലേലൂയ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ അവൻ ദേഷ്യം വന്നിട്ട് പാറ അങ്ങ് അടിച്ചു. ഹല്ലേലൂയ അവിടെ ഒരൊറ്റ വാക്കിൽ അവന്റെ ശരീരത്തോട് ശത്രുവായ അവകാശം ചോദിച്ചു എന്ന് വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, യൂദയുടെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ശത്രുവിന് അവകാശമായി നമ്മുടെ ഒരു കാര്യവും ചോദിക്കുവാൻ പാടില്ല. പൂർണ്ണമായി ക്രിസ്തുവിൻ്റെതായി നിറഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണമായി ക്രിസ്തുവിൻ്റെതായി മാറിക്കഴിഞ്ഞാൽ, നമ്മൾ പൂർണ്ണമായി മുടി നാരിടം മുതൽ നഖത്തിന്റെ അറ്റം വരെ അവിടുത്തെ അഭിഷേകത്താൽ നിറയണം, ദൈവത്തിന്റെ ശക്തിയാൽ നിറയണം. എങ്കിൽ മാത്രമേ ഈ ഭൂമിയെ ജയിക്കുവാൻ, ഈ പാപലോകത്തെ ജയിക്കുവാൻ ഹല്ലേലൂയ മോശയുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ആ ഒരു ചെറിയൊരു ഫാൾട്ടിൽ കൂടെ ഹല്ലേലൂയ അവന്റെ ശരീരത്തെ ശത്രുവായവൻ അവകാശമായി ചോദിച്ചതുപോലെ ഇന്ന് നമ്മൾ ഒരു കാര്യവും അവകാശമായി ചോദിക്കുവാൻ പാടില്ല. സകലമായ ശത്രുവിന്റെ പദ്ധതികളെ ഉടച്ചു മാറ്റിക്കൊണ്ട് എത്ര പേർക്ക് ജയം കരയേറ്റുവാൻ ഇഷ്ടമുണ്ട്? എങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ആയിരുന്നു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ പണിത് പുറത്തെടുക്കുവാൻ കർത്താവ് സർവശക്തനാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ റഷാദല റസിഖേമനിയ. ഇന്ന് പകൽ ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്ത് വരികയാണ് അപ്പാ, ചില അഭിഷേകത്തെ പ്രാപിക്കുവാൻ. അതെ അപ്പാ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കുവാൻ, നീതിമാനായി മാറേണ്ടതിന് അങ്ങയുടെ വചനത്തിൽ ധ്യാനിക്കുവാൻ. അതേ പിതാവേ, ഇന്ന് പകൽ ഞങ്ങളെ തന്നെ തരികയാണ്. അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കുക, അവിടുത്തെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കുക പിതാവേ. ഞങ്ങൾക്ക് അങ്ങില്ലാതെ ഹല്ലേലൂയ മറ്റൊരു ജീവിതമില്ല പിതാവേ. അങ്ങിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. ഹല്ലേലൂയ അങ്ങയുടെ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുക. ഞങ്ങളെ സഹായിക്കുക പിതാവേ. അങ്ങയുടെ ന്യായപ്രമാണത്തിൽ അനുസരിച്ച് നടന്നാൽ നിഷ്കളങ്കനായി മാറുമല്ലോ പിതാവേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങ് അനുസരിച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ, അങ്ങ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവൻ ഭാഗ്യവാനാണല്ലോ. അവൻ നീതികേട് പ്രവർത്തിക്കാതെ വണ്ണം ഹല്ലേലൂയ അവന്റെ ജീവിതം ക്രിസ്തുവിലാണല്ലോ. ഹല്ലേലൂയ. അതെപ്പാ, ഹല്ലേലൂയ വചനം വായിച്ചു മുന്നേറുക, ദൈവ ഭക്തിയിൽ മുന്നേറുക. ഹല്ലേലൂയ ഞങ്ങളെ തകർക്കുവാൻ വരുന്ന സകലമായ ശത്രുക്കളെ ഉടച്ചു മാറ്റിക്കൊണ്ട് മുന്നോട്ട് വരുവാൻ ഇത് പകൽക്കാലം ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. ഉയരത്തിലുള്ള ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ് പിതാവേ. ഇന്ന് ഞങ്ങളെ തന്നെ തരികയാണ്. അവിടുത്തെ നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട്, അവിടുത്തെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട്, അവിടുത്തെ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുക അപ്പാ. താഴ്ത്തി തരിക. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.